അപകടത്തിൽ ഇടതുകൈ നഷ്ടപ്പെട്ട യുവതി നാട്ടുകാരുടെ നൊമ്പരമായി. പല്ലാരിമംഗലം സ്വദേശി ആരിഫ എന്ന 19-കാരിക്കാണ് കൈ നഷ്ടപ്പെട്ടത്. ചികിത്സയ്ക്കുള്ള പണം സ്വരൂപിച്ച് നൽകി കുടുംബത്തിന് താങ്ങാകാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. ഫണ്ട് സമാഹരണം ലക്ഷ്യത്തോടെ അടുക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു പറഞ്ഞു. പല്ലാരിമംഗലം വെയിറ്റിംഗ് ഷെഡ് കവല സ്രാമ്പിക്കൽ റഫീഖ് മൗലവിയുടെ മകളാണ് ആരിഫ. മൂത്ത സഹോദരിയുടെ വിവാഹാവശ്യത്തിനായുള്ള യാത്രക്കിടെയുണ്ടായ അപകടത്തിൽ ആരിഫയ്ക്ക് നഷ്ടപ്പെട്ടത് ഇടത് കൈയാണ്. ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ മലപ്പുറം വെട്ടിച്ചിറ ടോൾ പ്ലാസയുടെ പില്ലറിൽ കുടുങ്ങിയാണ് കൈക്ക് ഗുരുതര പരിക്കേറ്റത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ കഴിയുന്ന ആരിഫയ്ക്ക് ചികിത്സാ ചെലവായി വേണ്ടത് 22 ലക്ഷം രൂപയാണ്. കൃത്രിമ കൈ ഘടിപ്പിക്കുന്നതിനുള്ള ചെലവും ഇതിലുൾപ്പെടും. ഈ സാഹചര്യത്തിലാണ് ആരിഫയുടെ ചികിത്സയ്ക്കുള്ള പണം സമാഹരിച്ച് കുടുംബത്തിന് താങ്ങാകാൻ നാട്ടുകാർ തയ്യാറായത്. ക്ലബ്ബുകളും സന്നദ്ധ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും സ്ഥാപനങ്ങളും എല്ലാം ചേർന്ന് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് നടത്തിയ ധനസമാഹരണമാണ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിജയത്തോടടുക്കുന്നത്. ശനിയാഴ്ചയോടെ ലക്ഷ്യമിട്ട തുക മുഴുവനും ലഭ്യമാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മൊയ്തു പറഞ്ഞു. ഫണ്ട് സമാഹരണത്തോട് വലിയ രീതിയിലുള്ള സഹകരണമാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. പല്ലാരിമംഗലം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ് എന്ന് എല്ലാവർക്കും അറിയാം. മുഴുവൻ ക്ലബ്ബുകളും യുവജന സംഘടനകളും അതുപോലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എല്ലാം ഒത്തൊരുമിച്ച് ഒരു സഹായ സമിതി രൂപീകരിക്കുകയും ആയതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ത്വരിതഗതിയിൽ നടന്നു വരികയാണ്. ഇതിനോടകം ടാർഗറ്റ് അച്ചീവ് ചെയ്യാവുന്ന തരത്തിൽ ഉള്ള ഒരു കളക്ഷനാണ് അക്കൗണ്ട് വഴി വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും നാളെയുമായി അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ഇതിൻ്റെ അവസാന പ്രവർത്തനത്തിലേക്ക് കടക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഗ്രാമീൺ ബാങ്കിൻ്റെ അടിവാട് ബ്രാഞ്ചിൽ ഇതിനോടകം തന്നെ 15 ലക്ഷം രൂപ എത്തിയിട്ടുണ്ട്. മറ്റ് ചെറിയ കളക്ഷനുകൾ മറ്റു ബാങ്കുകളിലും ആയിട്ടുണ്ട്. ഏതായാലും ഇന്നും നാളെയുമായി ഈ 22 ലക്ഷം രൂപയും അതിൻ്റെ തുക അച്ചീവ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നു. ഇതുമായി സഹകരിച്ച ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തകർ, ക്ലബ്ബുകൾ, അതുപോലെ സംഘടനകൾ, സമുദായ സംഘടനകളൊക്കെ ഉണ്ട്. എല്ലാവരോടും ഇത് സമിതിക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. GTV ന്യൂസ്, പല്ലാരിമംഗലം.